ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് മനസ്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷനുണ്ട്. അവർക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഡിസിഷൻ അവരെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ നിൽക്കുന്ന സിറ്റുവേഷനിൽ വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. എന്ത് ഡിസിഷനാണ് എടുത്തേക്കുന്നത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നായിരിക്കാം. ഈ പേഴ്സൺ നിങ്ങളെ ഈ ഒരു സമയം മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ അവർക്ക് തിരികെ വേണമെന്നുള്ളത് ആഗ്രഹിക്കുന്നു ഈ ഒരു പേഴ്സൺ. ഒരു പക്ഷേ നിങ്ങളായിരിക്കാം ഈ ഒരു പേഴ്സണിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ ആയിരിക്കാം നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ പേഴ്സണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സണായിട്ട് കാണുന്നു. ഒരുപാട് സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ഉള്ളത്. ഒരു പക്ഷേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻ വളരെ സ്ട്രെസ്ഫുള്ളായി തോന്നുന്നു. ആ ഒരു റിലേഷൻഷിപ്പ് ആ പേഴ്സൺ ഒരു ബർഡനായിട്ടാണ് ഈ ഒരു സമയം തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, അവർ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന്. കാരണം അവരെ ആ ഒരു സിറ്റുവേഷൻ വളരെയധികം ഭാരപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. വളരെയധികം സ്ട്രെസ്സാണ് അവർക്ക് ഉണ്ടാക്കുന്നത്. ഇമോഷണൽ ബർഡൻ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ആ ഒരു സാഹചര്യം എങ്ങനെയും എൻ്റെ ആക്കണമെന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് തരണം എന്നുള്ളതിനെപ്പറ്റി ആ വ്യക്തി ചിന്തിക്കുന്നു. നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നൽകുന്നതിനെ പറ്റിയിട്ടാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ലൈഫിന് ഇനിയെങ്കിലും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ആ വ്യക്തി സീരിയസ് ആയിട്ടൊന്ന് ചിന്തിക്കുന്നതെന്ന് നമുക്ക് ആദ്യമേ കാണാൻ സാധിച്ചത്. ആ വ്യക്തി ഇപ്പോൾ വളരെയധികം സീരിയസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അവർക്ക് ലൈഫിൽ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ വളരെ പവറിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ പേഴ്സണ് ലൈഫിനെ പറ്റി ഭയങ്കര കൺഫ്യൂഷനാണുള്ളത്. മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല, വളരെ സ്റ്റക്കായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു നെഗറ്റീവ് എനർജിയൊക്കെ അവരുടെ റിലേഷൻഷിപ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പേഴ്സണ് വളരെയധികം ഭയമാണ് മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി എന്തൊക്കെയോ സീക്രട്ട് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് പുറത്ത് കടക്കുന്നതിനെ പറ്റി ഈ വ്യക്തി വളരെയധികം ചിന്തിക്കുന്നുണ്ട് ഗാഢമായിട്ട്. കാരണം അതിനുള്ള വഴികൾ ആ വ്യക്തി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ എനിക്കിതിൽ നിന്ന് പുറത്ത് കടക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം ചിന്തിക്കുന്നത്. ഈ ഒരു സാഹചര്യം എൻ്റെ ആക്കി അവരുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് കൊണ്ടുവരുന്നതിനെ പറ്റി ആ വ്യക്തി ഇപ്പോൾ വളരെയധികം ചിന്തിക്കുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ തടസ്സമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് അവരുടെ ജീവിതത്തിൽ. എന്തായാലും ആ ഒരു സിറ്റുവേഷന് എൻഡ് വരുത്തിയിട്ട് ആ വ്യക്തിക്ക് ഒരു പുതിയൊരു ലൈഫിലോട്ട് കടക്കണം എന്നുള്ളതിനെ പറ്റി ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി വളരെയധികം സ്റ്റക്കാണെന്നാണ് കാണുന്നത്. അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല.
വളരെ സ്ലോ ആണ് അവരുടെ ലൈഫിലെ ഓരോരോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനാണുള്ളത്. ചിലപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടിയായിട്ട് കാണുന്നത് ആ വ്യക്തിയുടെ മണി റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരിക്കാം. ആ വ്യക്തി ഒരുപാട് ഫിനാൻഷ്യലായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും ഇപ്പോൾ ആ വ്യക്തി വളരെ ബുദ്ധിമുട്ടിലാണെന്നാണ് നമുക്ക് കാണുന്നത്. ചിലപ്പോൾ ഈ വ്യക്തി സാമ്പത്തികമായ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഓർക്കുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ കാണുന്നത്. അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ തിരികെ വേണം എന്നുള്ളതിനെപ്പറ്റി ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു. കാരണം നിങ്ങളുടെ ലൈഫിൽ നിന്നായിരിക്കാം, നിങ്ങളിൽ നിന്നായിരിക്കാം ആ വ്യക്തിക്ക് ഒരു ഇമോഷണൽ ഹാപ്പിനെസ് ഉണ്ടായിട്ടുള്ളത്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരൊരു ഫയർ എനർജി പോലെ നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തുന്നതിനെ പറ്റിയിട്ട് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുകയാണ്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. അതിനുവേണ്ടി അവർ കുറച്ച് യാത്രകളൊക്കെ നടത്തുന്നുള്ളതായിട്ട് കാണുന്നു. എന്തായാലും അവരുടെ ലൈഫിനെ ബുദ്ധിമുട്ടിക്കുന്ന അതിൽ നിന്ന് വെളിയിൽ വരണമെന്ന് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തി ഒരു റിലാക്സേഷൻ ഫേസിലാണെന്നാണ് കാണുന്നത്. അത് കാരണം ഒരു ആക്ഷൻ എടുക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരുന്നുണ്ടാവില്ല, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഈ വ്യക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, എങ്ങനെയും എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ എല്ലാം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ, യൂണിവേഴ്സായിട്ട് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു മിറാക്കിൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുകയാണ്. ഈ വ്യക്തി ഒരു സൈലൻറ്റ് മോഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപാട് സ്ട്രെസ്സാണ് നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ ഈ വ്യക്തിക്ക് തോന്നുന്നത്. നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ട്, നിങ്ങൾ അവർക്ക് കൊടുത്ത സ്നേഹവും കരുതലും എന്തുമാത്രമാണെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം അവരുടെ ലൈഫിലേക്ക് തിരികെ വേണം എന്നുള്ളതിനെപ്പറ്റി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ആ വ്യക്തിക്ക് വളരെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹവും കരുതലും എല്ലാം ഈ വ്യക്തി ഈ ഒരു സമയം മിസ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും അവരുടെ ലൈഫിൽ ഈ ഒരു പ്രോബ്ലംസിൽ നിന്നെല്ലാം വെളിയിൽ വരുന്ന സിറ്റുവേഷനെ പറ്റിയിട്ടുള്ള എങ്ങനെ പുറത്ത് കടക്കാം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്, അതിനെപ്പറ്റി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി. നിങ്ങളുടെ പേഴ്സൺ ഹീൽ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അവർക്ക് ഒരുപാട് ഇമോഷണൽ ട്രോമ ഉള്ളതായിട്ട് കാണുന്നു. പാസ്റ്റിൽ അവർക്ക് സംഭവിച്ച വേദനകളായിരിക്കാം ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം ഹീലാക്കുന്നത്. നിങ്ങളുമായ ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ സ്വപ്നം ഈ ഒരു സമയം. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യൂണിവേഴ്സ് എന്തെങ്കിലും ഒരു മിറക്കിൾ കൊണ്ടുവരുമെന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഈ പേഴ്സൺ ഒരുപാട് ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ് കാണുന്നത്. അവർക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള പെയിനാണ് ഈ ഒരു സമയം. നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഹാപ്പിയാണെന്ന്, പക്ഷേ അല്ല, നിങ്ങളുടെ പേഴ്സൺ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വേദന ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ
അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അവർ നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരുന്നതിനെപ്പറ്റി ആ വ്യക്തി ആലോചിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് തിരികെ വരണമെന്നുള്ളതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. ആ വ്യക്തി ഇപ്പോൾ വളരെ ഫോക്കസ്ഡായി ഒരു ഉറച്ച ഡിസിഷൻ എടുത്ത് വിൽ പവറോടുകൂടി നിങ്ങളിലോട്ട് സെൽഫ് കൺട്രോൾ ചെയ്ത് നിങ്ങളിലേക്ക് തിരികെ വരുന്നോണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതാണ് നമുക്കിവിടെ ലാസ്റ്റ് കാർഡ് ചാരിയറ്റ് കിട്ടിയത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് നമുക്ക് ബോട്ടം എനർജിയാണ് കിട്ടിയത്. ഓവറോൾ എനർജി നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരും, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരും. പക്ഷേ ആ വ്യക്തി ഇപ്പോൾ ആ ലൈഫിൽ വളരെ സ്റ്റക്കായിട്ടാണ് കാണുന്നത്. ആ വ്യക്തിക്ക് എന്തൊക്കെയോ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നു അവരുടെ ലൈഫിൽ. ഒരു പക്ഷേ ആ വ്യക്തിയുടെ ജോബ് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക നഷ്ടമായിരിക്കാം. ആ വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളുടെ അവസ്ഥയുമായിട്ട് കണക്ട് ചെയ്തെടുക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. എന്തായാലും ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ വളരെയധികം സ്ട്രെസ്ഫുള്ളായിട്ടാണ് ആ വ്യക്തി കാണപ്പെടുന്നത്. വളരെയധികം ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. അവർക്കിപ്പോൾ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരു സൈലൻറ്റ് മോഡിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ആൻസറൊന്നും തരുന്നുണ്ടാവില്ല നിങ്ങളുടെ പേഴ്സൺ. അതെല്ലാം ഈ പേഴ്സൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, ആ ഒരു സ്ട്രഗിൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. നമുക്ക് ബോട്ടം എനർജി നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ പേഴ്സൺ വളരെയധികം സ്റ്റക്കാണ് അവരുടെ ലൈഫിൽ. അവർക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ആ ഒരു എനർജി ഇല്ല. വളരെ സ്റ്റക്കായിട്ടാണ് കാണുന്നത്. വളരെ സ്ലോ ആണ് നിങ്ങളുടെ പേഴ്സൺ. ഇനിയും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാൻ എന്താണുള്ളത് അതുകൂടെ നമുക്ക് നോക്കാം. ഈ ഒരു സമയം എൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ട്രെസ്സാണുള്ളത്. എനിക്ക് ഒരുപാട് മെൻ്റൽ കോൺഫ്ലിക്ട്സ് ആണുള്ളത്. ഞാൻ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുകയാണ് നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സിറ്റുവേഷനാണ്. എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. എനിക്ക് നീയുമായിട്ടൊരു പുതിയ ബിഗിനിങ് വേണമെന്നുള്ളതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല. എനിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസാണ് ഉള്ളത്. അത് കാരണം ഞാൻ പണം സമ്പാദിക്കുന്നതിനുള്ള തിരക്കിലാണ്. നീ എൻ്റെ അവസ്ഥ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. അതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് ബോട്ടം എനർജി എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയത് കൊണ്ട് തന്നെ ആ പേഴ്സൺ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പം പണം ഉണ്ടാക്കാനുള്ള ആ പേഴ്സൻ്റെ ഒരു ഓട്ടമായിരിക്കാം ഈ നമുക്കിവിടെ കാണാൻ സാധിച്ചത്. അതായിരിക്കും ആ പേഴ്സൺ വളരെ സീരിയസ് ആയി ലൈഫിൽ ഒരു സീരിയസ് ആയിരിക്കുന്നതും ആ പേഴ്സൺ ട്രാവൽ ചെയ്യുന്നതും എല്ലാം ഈ ഒരു പണം സമ്പാദിക്കാനുള്ളൊരു ഓട്ടത്തിൻ്റെ ഇടയിലായിരിക്കാം. അതായിരിക്കും ആ പേഴ്സണ് വളരെയധികം ബർഡൻസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. ഈ യൂണിവേഴ്സ് പറയുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു സൈക്കിൾ എൻഡ് ആയിട്ടുണ്ട്. എന്തായാലും ഈ വേൾഡ് കാർഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു സൈക്കിൾ എൻഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ന്യൂ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു സൈക്കിൾ എൻഡായി ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരു സക്സസ് ആണ് ഉണ്ടാകാൻ പോകുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റിവിറ്റിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത്രയും നാൾ നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് എനർജീസ് ആയിരിക്കും കൂടുതലായിട്ട് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു സൈക്കിൾ എൻഡായി ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അതല്ല, ഈ ഒരു സൈക്കിൾ എൻഡ് ആവുന്നതിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. അത് നമ്മളുടെ ലൈഫിൽ എന്ത് സൈക്കിൾ എൻഡ് ആവുന്ന സമയത്ത് നമ്മൾ ആ ഒരു സിറ്റുവേഷനിലോട്ട് അടുക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈക്കിൾ എൻഡ് ആയ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ലൈഫിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
നിങ്ങൾ ഒരുപാട് അതിനുവേണ്ടി പോരാടിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ സോളിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പോസിറ്റിവിറ്റിയാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങൾക്കൊരു സക്സസ് ആണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു റീബർത്താണ് ഉണ്ടാവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. സൺ കാർഡ് കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് വരുന്ന ആ വെളിച്ചം നമ്മളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക ഈ ഒരു സമയം. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ കഷ്ടകാലം പിടിച്ച സമയം അവസാനിച്ചു എന്ന് വേണം കരുതാൻ. അതാണ് നമുക്കിവിടെ വേൾഡ് കാർഡ് കിട്ടിയത്, ലാസ്റ്റ് കാർഡ് സൺ കാർഡും കിട്ടിയത്. ിക്കുന്ന ക്ലൂസും കൂടി നോക്കാം. (2019) 2 months within 24 hours. 1987 തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. 1984 ലെറ്റർ S. നമ്പർ 20, നമ്പർ 44, നമ്പർ 16 കന്നിമൻ. ഇമോഷണൽ നമ്പർ 2 ജൂലൈ 1983 ലെറ്റർ L. ഫ്രൈഡേ 1976 ലോങ് ഹെയർ 1991 37 നമ്പർ 10 1990 മകം നക്ഷത്രം. അബ്രോഡ് പൂരം നക്ഷത്രം. ഫോട്ടോഗ്രാഫി 1993 ജൂൺ മന്ത് നമ്പർ 27 നമ്പർ 43 ജാനുവരി. മിഥുനം മന്ത്. യെസ്, പോസിബിൾ എന്നുള്ളൊരു പോസിബിലിറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച കാര്യം പോസിബിൾ ആണെന്നാണ്. ഉത്രം നക്ഷത്രം 19. രേവതി നക്ഷത്രം. ലോങ് നെയിൽ. അക്കൗണ്ടൻറ്റ് 36. രേവതി നക്ഷത്രം 26. നേച്ചർ ലെറ്റർ B. രോഹിണി നക്ഷത്രം കോട്ടയം. ഡ്രൈവർ നമ്പർ 13 നമ്പർ 1 മൂന്നാർ. മെഡിക്കൽ ഫീൽഡ് വയനാട് 64 38 1986. സോഷ്യൽ മീഡിയ യെസ് പോസിബിൾ, അത് 2 തവണ വന്നിട്ടുണ്ട്. അനിഴം നക്ഷത്രം ഏപ്രിൽ മന്ത് 1981 വിത്തിൻ 48 hours. ലെറ്റർ G. സോങ്സ് 1 week 1 month. തിരുവാതിര നക്ഷത്രം സൺഡേ. ലെറ്റർ R. അത്തം നക്ഷത്രം ഗാർഡനിങ് അബുദാബി 1985 1978 നമ്പർ 35 1974 സൺഡേ. ഡ്രൈവർ 2023 സോൾമേറ്റ് കണക്ഷൻ. വിശാഖം നക്ഷത്രം. നമുക്കിവിടെ വേൾഡ് കാർഡ് കിട്ടിയത് കൊണ്ട് ഇവിടെ സോൾമേറ്റ് പോസിബിലിറ്റി ഉണ്ട്, അതായിരിക്കും അത് വന്നത്.
ഗ്രീൻ കളർ, ബ്ലാക്ക് കളർ, 2002, നമ്പർ 6, അശ്വതി നക്ഷത്രം, മുംബൈ 57. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്. വീഡിയോ ആരെങ്കിലും ഒക്കെ ആയിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.